أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ വ്യാപകമായി പരിപാടികൾ നടക്കുന്നത് നമുക്കറിയാം. ഈ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക, നിലവിലുള്ളത് ഭദ്രമായി നിലനിർത്തി മുന്നോട്ട് പോവുക എന്നിവ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം നേടിയെടുക്കേണ്ട നമ്മുടെ ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ നദറ, റഅ എന്നീ പദങ്ങൾ, കണ്ടു, നോക്കി മുതലായ പദങ്ങൾ ധാരാളമായി വന്നത് നമുക്കറിയാം. അവിടെയെല്ലാം പ്രകൃതിയെ നിരീക്ഷിക്കുക, ലോക ചരിത്രം പഠിക്കുക, ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കുക, പാഠങ്ങൾ ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ കണ്ടെത്തുക മുതലായ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാം. മിക്കവാറും സ്ഥലങ്ങളിൽ, കൂടുതൽ സ്ഥലങ്ങളിലും ആ ഒരു അർത്ഥത്തിലാണ് ആ രണ്ട് വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും, കുടുംബം മാത്രമല്ല എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കണം എന്നതോടൊപ്പം പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉദാഹരണമായി സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളുമായി ബന്ധപ്പെട്ട സംഭവം പറയുമ്പോൾ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊന്നത് വിശദീകരിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. സഹോദരൻ സഹോദരനെ കൊന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ മിഴിച്ചു നിന്ന സന്ദർഭത്തിൽ, കാരണം ഒന്നാമത്തെ കൊലപാതകം എന്ന നിലയിൽ അവർക്ക് അതൊരു അനുഭവമാണ്, പുതിയൊരു അനുഭവമാണ്, ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസപ്പെട്ട സഹോദരന്റെ മുമ്പിലേക്ക് ഒരു കാക്കയെ അയച്ചു എന്നും ആ കാക്ക ഭൂമിയിൽ കുഴിയെടുത്ത് കാണിച്ചു കൊടുത്തു എന്നും അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ലി യുരിയഹു കൈഫ യുവാരി സൗഅതാഹി, തന്റെ സഹോദരന്റെ മൃതദേഹം എങ്ങനെ മറമാടണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കയെ അയച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവിടെ പറയുന്നത്. അപ്പോ അത് കണ്ടപ്പോൾ, ആ കാഴ്ച കണ്ടപ്പോൾ, ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊന്നു, അങ്ങനെ അത് കുഴിയെടുത്ത് പിന്നെ മറമാടുന്നത് കണ്ടപ്പോൾ കാലയാ വൈലത്ത അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കയെ പോലെ ആകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അതിന് കഴിവുകേട് വന്നല്ലോ എനിക്ക് എന്ന് അയാൾ പറയുന്നത് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ നിന്ന് കാര്യങ്ങൾ കണ്ടുപഠിച്ച് തന്റെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ ആവശ്യമായ നിർദ്ദേശമാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പോ ഇവിടെ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആവശ്യമായ ധാർമ്മികമായ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം ലോകത്ത് പ്രകൃതിയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന ഇതുപോലെ ഒരുപാട് കുടുംബ പാഠങ്ങളുണ്ട്, ജീവിത പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങൾ പഠിക്കുക എന്നത് വളരെയധികം പ്രധാനമാണ്. ധാരാളം സംവിധാനങ്ങൾ അല്ലാഹു അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ കണ്ടും പാഠങ്ങൾ പഠിച്ചും ഓരോ ജീവികളും എങ്ങനെ ജീവിക്കുന്നു, അവയുടെ കുടുംബഘടന എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാറുണ്ട്.
ഇങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ, അത് പ്രകൃതിയിലെ പാഠങ്ങൾ മാത്രമല്ല, കഴിഞ്ഞകാല സംഭവങ്ങളുടെ അനുഭവങ്ങൾ, നമ്മുടെ തന്നെ അനുഭവങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള പാഠങ്ങൾ പഠിക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ഇബ്റത്ത് എന്ന്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ അബറ യഅ്ബറു എന്ന് പറഞ്ഞാൽ പുഴ മുറിച്ച് കടക്കുക, റോഡ് മുറിച്ച് കടക്കുക, ഇതിനാണ് അബറ യഅ്ബറു എന്ന് വാക്ക് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം അതിൽ നിന്ന് വന്നതാണ് ഇബ്റത്ത്. അതിൽ നമ്മൾ ഗുണപാഠം എന്ന് സാധാരണ മലയാളം പറഞ്ഞു. ശരിക്കും ആ അബറ യഅ്ബറു എന്നതിൽ നിന്നുണ്ടായ ഇബ്റത്ത് എന്ന വാക്കിന്റെ ആശയം നിലവിലുള്ള നിലപാടിൽ നിന്ന് മറ്റൊരു നിലപാടിലേക്ക് മാറുക എന്നാണ്. ഒരാൾ റോഡിന്റെ ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് മുറിച്ചു കടന്നാൽ അയാള് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് എത്തിയെന്നാണ്. അപ്പോൾ ഇബ്റത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ ലോകത്തിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ ഒരു പാഠം മനസ്സിലാക്കുമ്പോൾ ആ പാഠം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവനവന്റെ നിലപാട് മാറ്റുക എന്നാണ്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സ്ഥലം മാറുന്നത് പോലെ കാര്യം മനസ്സിലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നിലപാടിൽ മാറ്റം വരുത്തുക എന്നാണ്. അപ്പൊ ഈ വിഷയത്തിൽ പ്രകൃതിയിൽ നിന്ന് കുടുംബപരമായ ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹിമായത്തിൽ ബൈള എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞിരുന്നു. കോഴിമുട്ട സംരക്ഷിക്കുന്നതും അതിനുവേണ്ടി നടത്തുന്ന ത്യാഗവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊന്നും കാണാൻ കഴിയാത്ത, പ്രകൃതിയിൽ നിന്ന് തന്നെ കാണാൻ കഴിയാത്ത, അവസരമില്ലാത്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണമായി നമ്മുടെ ഇപ്പൊ നമ്മൾ കാണുന്ന മാർക്കറ്റുകളിൽ കാണുന്ന കോഴിമുട്ടകൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അത് ഏതോ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനം പോലെയാണ്. ഒരു കോഴി മുട്ടയിടുന്നതോ അതേപോലെ തന്നെ അടിയിരിക്കുന്നതോ അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതോ കാക്കയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കോഴികൾ പാറുന്നതോ പറക്കുന്നതോ ഒന്നും കാണാൻ അവസരം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നിലവിലില്ല. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പുറമെ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനും തയ്യാറാകുന്നില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് എന്ന് മൂന്ന് അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. ആയത്ത് അതായത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, നമുക്കറിയാവുന്ന ആയത്തുകൾ. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് നൽകുന്ന മുഅ്ജിസത്തുകൾ, അതിനാണ് ആയത്ത് എന്ന് രണ്ടാമതായി ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമതായി പ്രകൃതിയിൽ കാണുന്ന വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾക്ക് ആയത്തുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഭൂമിയിൽ ആയത്തുകളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആയത്ത് എന്നത് മൂന്ന് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മൂന്ന് ആശയങ്ങളിലാണ്. ആ മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും വരും. അതോടൊപ്പം ആകാശ ഭൂമികളിലുള്ള ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ദൃഷ്ടാന്തങ്ങളിൽ പെടും. അപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും സുന്നത്തിലും പറയുന്ന കാര്യങ്ങൾക്കൊപ്പം പ്രകൃതിയിൽ നിന്ന് തന്നെ ധാരാളമായി പഠിച്ചെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഉന്നുറു ഇലാ സമരിഹി ഇദാ അസ്മറ വയൻഹി, പഴങ്ങൾ മൂത്ത് വരുമ്പോൾ അത് നിങ്ങൾ നോക്കണം. പഴങ്ങൾ നിങ്ങൾ നോക്കണം, ആ പഴങ്ങൾ മൂത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള നിർദ്ദേശമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മളെ കുട്ടികൾക്ക് നമ്മൾ അനുഭവങ്ങൾ കൊടുക്കും. അതാണ് പറഞ്ഞു വരാനുള്ള കാര്യം. കുട്ടികൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക, കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, സ്വന്തമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ള പ്രകൃതിപരമായ പാഠങ്ങൾ അവരുടെ മുമ്പിൽ നമ്മൾ ലഭ്യമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെതായ ഒരു ഫലം
അനുഭവത്തിന്റെയും അറിവിന്റെയും വിശ്വാസവും. അപ്പൊ അവിടെ അറിവും വിശ്വാസവും അനുഭവവും പരിചയവും എല്ലാം കൂടി ചേർന്ന തരത്തിലുള്ള ഒരു വളർച്ച നമുക്ക് എല്ലാ മേഖലകളിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുടുംബപരമായ മേഖലകളിലും അത് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ സത്യവിശ്വാസികളായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.